ആക്രമിക്കപ്പെട്ട ദിവസം നടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച ശരീരസ്രവവും പൾസർ സുനിയുടെ രക്തപരിശോധനയുടെ സാമ്പിളും ഒന്നാണെന്ന് കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയിലാണ് ഈ നിർണായക വിവരം ലഭിച്ചത്. ഇതോടെ കേസിൽ പൾസർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതായി നിയമവിദഗ്ധർ പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട ദിവസം ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച ശരീരസ്രവവും പൾസർ സുനിയുടെ രക്തപരിശോധനയുടെ സാമ്പിളും ഒന്നാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനയിലാണ് ഈ നിർണായകമായ വിവരം ലഭിച്ചത്. കേസന്വേഷണത്തിൽ ഇത് ഏറെ നിർണായകമായ തെളിവാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. സംഭവ ദിവസം നടി ധരിച്ചിരുന്നത് ഒരു ഫാൻസി ടൈപ്പ് വസ്ത്രമാണ്. ഈ വസ്ത്രത്തിലെ വലതുഭാഗത്തായിട്ടായിരുന്നു പൾസറിന്റെ ശരീരസ്രവം ഉണ്ടായിരുന്നത്. പ്രതി പിടിയിലായ ശേഷം സുനിയുടെ രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചിരുന്നു. വസ്ത്രത്തിലെ ശരീരസ്രവവും സുനിയുടെ രക്തവും തമ്മിൽ ക്രോസ് മാച്ച് ചെയ്തതോടെ കേസിൽ പൾസർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതായി നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് ആണ്. DNA പ്രൊഫൈലിംഗ് ചെയ്തിട്ടുള്ള ലബോറട്ടറിയിലെ കെമിസ്റ്റ് എന്ന് പറയുന്നത് KRPC 293 വകുപ്പ് പ്രകാരം ലിസ്റ്റ് ചെയ്യപ്പെട്ട കെമിസ്റ്റുകൾ ഒന്നാണെങ്കിൽ അത് പ്രൂഫായിട്ട് കോടതിക്ക് അദ്ദേഹത്തെ വിസ്തരിക്കാതെ തന്നെ എടുക്കാവുന്ന നിയമത്തിലെ വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ DNA ചെയ്തതിന്റെ പ്രൊസീജിയറിനെ പറ്റി. പക്ഷേ DNAയുടെ റിസൾട്ട് ആസക്തി പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് ആണ്. പ്രതി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും മെമ്മറി കാർഡും പോലീസിന് കണ്ടെടുക്കാനായിട്ടില്ല. എന്നാൽ ആക്രമണ ദിവസത്തിന്റെ തൊട്ടു പിറ്റേന്ന് പ്രതി ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 9 മണിയോടെയാണ് ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി. 1 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള 6 ക്ലിപ്പുകളാണ് മെമ്മറി കാർഡിൽ നിന്നും ഫോറൻസിക് റിട്രാക്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീണ്ടെടുത്തത്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കും മുമ്പ് കാറിലുള്ള മറ്റു പ്രതികളോട് പൾസർ സുനി മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ക്ലിപ്പിലുടനീളം നടിയുടെ വിതുമ്പൽ കേൾക്കാം. തനിക്ക് തലവേദന എടുക്കുന്നു എന്ന് നടി ദയനീയമായി പറയുന്നിടത്താണ് ദൃശ്യങ്ങൾ അവസാനിക്കുന്നത്. DNA ഫലങ്ങളിലെ സാമ്യതയും മെമ്മറി കാർഡിലെ ശബ്ദശകലവും പ്രതിയായ പൾസർ സുനിയുടേതെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രോസിക്യൂഷന്റെ നിർണായക തെളിവായി ഇവ രണ്ടും മാറുകയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.